കോഴിക്കോട് ബാലുശ്ശേരി പാനായിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. ചാണറയിൽ അശോകനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് ഷഹദ്, വീണ്ടും ഒരു നടുക്കുന്ന കൊലപാതക വാർത്ത. എന്താണ് സംഭവിച്ചത് ഷഹദ്? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഈ സംഭവം നാട്ടുകാരുടെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഏകദേശം 8 മണിയോട് അടുക്കുന്ന ഘട്ടത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു അനുമാനം എന്നുള്ളത് ഈ മരണം സംഭവിച്ചത് കുറച്ച് നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ഇന്ന് ലൈറ്റ് കാണാതായപ്പോൾ പ്രദേശത്തുള്ള ആളുകൾ ആ പരിസരത്തേക്ക് പോയി നോക്കിയതാണ്. ആ ഘട്ടത്തിൽ ഇരുട് മൂടി കിടക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ മരിച്ചിട്ടുള്ള അശോകൻ വെട്ടേറ്റ് നിലത്ത് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി പനായിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് എന്നുള്ളതാണ്. മകന്റെ പേര് സുധീഷ്, 45 വയസ്സ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിൽ വെട്ടം കണ്ടില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവം ഉള്ളത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഈ യുവാവ് അല്ലെങ്കിൽ ഈ മകനെ സുധീഷിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബാലുശ്ശേരി ടൗണിൽ നിന്നുമാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വേദന ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് 2 ആൺമക്കളാണ്. ഈ 2 ആൺമക്കൾക്കും ഇത്തരത്തിൽ ഈ മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. 10 വർഷം മുൻപ് ഈ ഇന്ന് മരിച്ചിട്ടുള്ള അശോകന്റെ ഭാര്യയെ മൂത്ത മകൻ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടുപുറകെ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഇപ്പോൾ അച്ഛനെ ഈ ഇളയ മകൻ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ബാലുശ്ശേരി ടൗണിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയും അതുപോലെ തന്നെ നാട്ടുകാരും നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ മകൻ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇയാൾക്ക് ഈ മരിച്ചിട്ടുള്ള അശോകൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ബീഡി ഇതാക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ ഇത്തരത്തിൽ ബീഡിയൊക്കെ വാങ്ങാൻ ആളുകൾ വരാറുണ്ട്. അങ്ങനെ ഇന്ന് അവിടെ വെളിച്ചമൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ പുറത്തേക്ക് ബഹളമോ അല്ലെങ്കിൽ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ്. അല്പസമയം മുൻപായിരുന്നു. എന്തായാലും പോലീസൊക്കെ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മൃതദേഹം അല്ലെങ്കിൽ അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നാളെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള വിവരവും നമുക്ക് ഇപ്പോൾ ബാലുശ്ശേരിയിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. 2 മക്കളും മാനസികമായ വെല്ലുവിളി നേരിടുന്നവരായിരുന്നു. അതിലൊരാൾ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി നേരത്തെ. അതിനുശേഷം അയാൾ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ മറ്റൊരു മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തി. അതിനുശേഷം അയാളെ കോഴിക്കോട് ടൗണിൽ നിന്ന് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ചോദ്യം ചെയ്യുകയാണ്.